ഫുഡാണോ നമ്മൾ കാണുന്നില്ല, ഒരുപാട് ഫുഡ് ഇൻസ്പെക്ഷൻ നടത്തി ഫുഡ് ഇൻസ്പെക്ടേഴ്സൊക്കെ വന്നിട്ട് ചെക്കിങ് നടത്തുന്ന ഹോട്ടൽസിലൊക്കെ. അപ്പോൾ പഴകിയ ഫുഡ് അങ്ങനെയുള്ള, അപ്പം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ആ ഹോട്ടലിൽ പൂട്ടാൻ അല്ലെങ്കിൽ എന്ത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും അത് പൂട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പറ്റിയ അവർക്കത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി ലീഗലി നമ്മളെ എല്ലാ സിസ്റ്റവും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം ഫുഡിൽ എന്തെങ്കിലും അഡൾട്ടറേഷനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിവെൻഷൻ ചെയ്യാനുള്ള ഒരു ആക്ട്. ദെൻ എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 അതിൽ എന്താ പറയുന്നത്, പവർ ടു ഡിക്ലെയർ എനി കമ്മോഡിറ്റി ആസ് എൻ എസെൻഷ്യൽ ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദർ ആർ ഗവൺമെൻറ് ആൻഡ് ക്യാൻ കൺട്രോൾ ദ പ്രൊഡക്ഷൻ സപ്ലൈ അല്ലേ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ചില പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്താ സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരിക്കുക. അവരെ ഈ ആക്ട് പ്രകാരമാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1956 അതൊരു ആക്ടാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി മെഷർമെൻ്റ് ആണ്. അതിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. ദെൻ മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969 എന്ന് വെച്ചാൽ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് അമെൻഡ് consumers and consumers group can exercise the right of redressal of filing. Government has contributed the MRTP commission which is empowered to deal consumers complaints. കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം അവർക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. ബ്ലാക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് 1980. ഇതിൻ്റെയൊക്കെ വർഷം നിങ്ങൾ പഠിക്കുക. ഓരോ ആക്ടിൻ്റെ ഓരോ സ്പെസിഫിക് കാര്യങ്ങൾക്കും വന്ന ആക്ടിൻ്റെ ഇയർ നോക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ അത് വായിച്ചാൽ അറിയാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ആക്ട് വന്നെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണ് ലാസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ ഇത്രയും ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് കൺസ്യൂമേഴ്സിന്. എന്തൊക്കെ ലീഗൽ പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് ഓരോ ആക്ട്, അഗ്രികൾച്ചർ 1937 ഇൻഡസ്ട്രിയൽ ആക്ട് പ്രകാരം, ബ്ലാക്ക് മാർക്കറ്റിംഗ് ആക്ട് പ്രകാരം, കൺസ്യൂമേഴ്സ് ക്ലെയിം ചെയ്യാൻ കംപ്ലയിൻസ് കൊടുക്കാനുള്ള ആക്ട്, അങ്ങനെ ഓരോ ഇയറായിട്ട് ഓരോ ലീഗൽ കൺസ്യൂമേഴ്സിന് ഓരോ ലീഗൽ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആര്, ഗവൺമെൻറ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ചൂസിങ് എ കരിയർ. ഓക്കെ, അപ്പം ഇത്രയും നേരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നോക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടാവുന്ന റൈറ്റ്സും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചൂസിങ് എ കരിയർ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് വാട്ട് ഈസ് കോൺസെപ്റ്റ് ഓഫ് കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് കിട്ടുന്ന ജോലി അല്ലേ. അതായത് എന്താണ്, കരിയർ മീൻസ് ദ പ്രോഗ്രസ് ആൻഡ് ആക്ഷൻസ് ടേക്ക് ബൈ എ പേഴ്സൺ ത്രൂ ഔട്ട് എ ലൈഫ് ടൈം എസ്പെഷ്യലി ദോസ് റിലേറ്റഡ് ടു ദാറ്റ് പേഴ്സൺസ് ഒക്യുപ്പേഷൻ അല്ലേ. അതായത് ഒരാളുടെ ഒക്യുപ്പേഷൻ അനുസരിച്ച് അയാളുടെ ലൈഫിൽ ലോങ് ടേം ലൈഫിൽ ത്രൂ ഔട്ട് ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ അല്ലെങ്കിൽ അയാളുടെ പ്രോഗ്രസ്സിനെയോ ആണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. കരിയർ എപ്പോഴും ബേസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും, ഒക്യുപ്പേഷൻ അല്ലേ. നമുക്ക് കിട്ടുന്ന ഒരു ജോലിയുടെ ബേസിലായിരിക്കും നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കരിയർ ഈസ് എൻ ഓഫൻ കമ്പോസ്ഡ് ഓഫ് ദ ജോബ് ഹെൽസ്ഡ് ടൈറ്റിൽസ് ഏൺഡ് ആൻഡ് വർക്ക് അക്കംപ്ലിഷ്ഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് എക്കണോമിക്സ്. അതായത് കരിയർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. അവിടെ നമ്മളെ ഒക്യുപ്പേഷൻ, നമ്മളെല്ലാവരും ഒക്യുപ്പേഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിനാ നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കരിയർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് നമ്മൾ നോക്കുന്നത്, ഇമ്പോർട്ടൻസ് എന്താ, കരിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളതാണല്ലോ അല്ലേ. നമുക്ക് ലോങ് ടേം ലൈഫിലേക്ക് നമ്മുടെ ലൈഫ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു നല്ല കരിയർ ഉണ്ടായിരിക്കുക, നല്ലൊരു ഒക്യുപ്പേഷൻ ഉണ്ടാവും, നല്ലൊരു കരിയറിലേക്ക് നമ്മളെ ലോങ് സാലറിയിലേക്കുള്ള കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇനി ബിസിനസ്സിൽ കരിയർ റവന്യൂ ഇൻ ബിസിനസ്സിൽ എന്താണ് കരിയറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, രണ്ട് രീതിയിൽ ഒരു ബിസിനസ്സിൽ അവന്യൂ എങ്ങനെയാണ് ഒരു കരിയർ അവന്യൂ ചെയ്യാന്നുള്ളത് രണ്ട് രീതിയിൽ. ഒന്ന് നമുക്ക് ഫസ്റ്റ് വൺ എന്താണ് വേജ് എംപ്ലോയ്മെൻറ്റ് രീതിയിലും, സെക്കൻഡ് വൺ സെൽഫ് എംപ്ലോയ്മെൻറ്റും. വേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് സെർവിങ് അനദർ പേഴ്സൺ ഫോർ വേജസ് ഓർ സാലറി. അതായത് ഒരു ബിസിനസ് ഉണ്ടായിരിക്കും, നമ്മളവിടെ ആരായിരിക്കും, അവിടുത്തെ എംപ്ലോയി ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സാലറി ബേസിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡെയിലി വേജസ്, ഡെയിലി പേയ്മെൻറ്റ് കിട്ടുന്ന രീതിക്ക് ആ രീതിക്ക് നമ്മളെ കരിയർ ബിൽഡ് ചെയ്യുക. അതായത് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. നോർമലി അറിയുന്ന കാര്യമല്ല, ഒരു ബിസിനസ്സിൽ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുക. എംപ്ലോയീസ് ആയ സമയത്ത് ഒന്നുകിൽ നമ്മൾ സാലറി ബേസിസിൽ അല്ലെങ്കിൽ വേജസ് ബേസിസിലോ വർക്ക് ചെയ്യുന്നതാണ് വേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എന്താണ് പറയുന്നത്, സ്വയം
ജോലി നമ്മളായിരിക്കും അതിൻ്റെ ഒരു ഓണർ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ ഒരു എന്താ പറയുക ട്രേഡിങ്ങോ ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഫിനാൻസ് സെറ്റ് ചെയ്യുന്നതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് you can choose a career for yourself involving paid employment. When you accept an employment, you have to undertake work that assigned to you by your employees and അല്ലേ. അപ്പം ഒന്നെങ്കിൽ നിങ്ങളായിരിക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിങ്ങളായിരിക്കും അവർ ഓണേഴ്സ്. അപ്പോൾ നിങ്ങളെ കീഴിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് നിങ്ങളായിരിക്കും സാലറി വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആ ബിസിനസ്സിൻ്റെ ലാഭം പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങളെ ലാഭം എന്ന് പറയുന്നത്. ആ രീതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് കരിയറിനെ സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതിനാണ് ഡിഫറൻസ് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ്. അതിന് നേച്ചർ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ സ്വന്തമായിട്ടായിരിക്കും, ഓൺ ബിസിനസ് ആയിരിക്കും. മറ്റേത് എങ്ങനെയായിരിക്കും, അസൈൻഡ് ബൈ എംപ്ലോയർ ആയിരിക്കും. ഞാൻ എന്താണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ ഓണർ ആയിരിക്കും, മറ്റതിൽ ആരായിരിക്കും, നമ്മൾ എംപ്ലോയി ആയിരിക്കും. ഇൻകം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി, നമ്മളെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമ്മളെ ഓണറുടെ എബിലിറ്റി അനുസരിച്ചായിരിക്കും അതിൽ ഇൻകം, അതായത് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റോ ലോസോ എന്തും സംഭവിക്കാം. മറ്റതിൽ എങ്ങനെയായിരിക്കും, നമുക്ക് പറഞ്ഞ പോലെ ഡെയിലി വേജസോ അല്ലെങ്കിൽ സാലറി ബേസിലോ ആയിരിക്കും നമ്മളെ ഇൻകം ഉണ്ടാവുക. റിസ്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് റിസ്ക് ഉണ്ടാവും, മറ്റത് നമുക്ക് റിസ്ക് ഉണ്ടോ ഇല്ല. നമ്മളവിടുത്തെ ഒരു എംപ്ലോയി മാത്രമാണ്, അതിൽ നമുക്ക് റിസ്ക് കുറവായിരിക്കും. എംപ്ലോയിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അയാളുടെ വർക്കിൻ്റെ മുകളിലുള്ള റിസ്ക് എന്നല്ലാതെ ആ ബിസിനസ്സിൻ്റെ ഒരു ഓവറോൾ റിസ്ക് അയാളുടെ തലയിൽ വരുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിഫറൻസ്. then എന്താണ് പോസിബിൾ ഏരിയാസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഏതൊക്കെ ഏരിയയിൽ നമുക്കൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാം. അതായത് എന്താണ് ഫസ്റ്റ് വൺ എന്താണ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ബിസിനസ് അല്ലേ. നമുക്കൊരു ചെറിയ റീറ്റെയിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിട്ട് നമുക്കൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാം. ഇപ്പോൾ നിങ്ങളൊക്കെ കാണാറില്ല, എല്ലാവരും ഈ കോവിഡ് ടൈമൊക്കെ വന്ന സമയത്ത് കേക്കിലേക്ക് സ്ത്രീകൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി വുമൻസിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ഒത്തിരി പേര് വന്നിട്ട് നമ്മൾ കേക്കിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായ ഒരു ടൈമായിരുന്നു കോവിഡ് ടൈം. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഒരു കേക്ക് മേക്കേഴ്സായി അവർ സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ലേ, ഒരു സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറി. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ബിസിനസ്, സ്മോൾ സ്കെയിൽ മാത്രമല്ല റീറ്റെയിൽ ഷോപ്സ്, ചെറിയ ഇപ്പോൾ ഒത്തിരി വുമൻസും അല്ലെങ്കിൽ ബോയ്സ് ആയാലും ചെറിയ ചെറിയ ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് ട്രേഡിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ബിസിനസ് ആയിട്ട് നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാം. ദെൻ പ്രൊവൈഡിങ് സർവീസസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സ്കിൽസ് അല്ലേ. നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എന്താ ഒരു ആങ്കറിങ്, നമുക്കൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ത്രൂ നമ്മളെ സ്കില്ലിനെ ജനങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒക്യുപ്പേഷൻ ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ക്വാളിറ്റീസ്, അതായത് എന്താണ് ഈവൺ ഇഫ് നമ്മളൊരു ഡോക്ടറോ ലോയറോ എന്തോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊഫഷണൽ ബിസിനസ് തുടങ്ങാം അല്ലേ. സ്വന്തമായിട്ട് തന്നെ ഒരു ഡോക്ടേഴ്സ് ആണെങ്കിൽ ക്ലിനിക്കൊക്കെ തുടങ്ങിയിട്ടില്ലേ, എത്രയോ പേര് അങ്ങനെ സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയോ നമുക്ക് ബിസിനസ് തുടങ്ങാം. ദെൻ ഫാമിംഗ് ഓഫ് സ്മോൾ സ്കെയിൽസ് അല്ലേ, ചെറിയ ചെറിയ അഗ്രികൾച്ചർ ഫാമിങ്സ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൽ വില്ലേജസ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ നമ്മളെ കൈത്തറി വ്യവസായം, കൊയർ യൂണിറ്റ്സ്, അങ്ങനെയുള്ള വില്ലേജസ് ബേസ്ഡ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ ഫാമിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തുടങ്ങാം. അപ്പം ഇത്രയും മേഖലകളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് ബിസിനസ് തുടങ്ങാം. ദെൻ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, നമ്മൾ സ്വന്തമായി ആലോചിച്ച് നോക്കും, നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ് മെൻ്റൽ എബിലിറ്റി അല്ലേ, ഏറ്റവും പ്രധാനമാണ്. നമ്മളൊരു ഓണർ ആവാൻ പോകുക, ഒരു എൻ്റർപ്രണർ ആവാൻ പോകുന്ന നമുക്ക് ആദ്യം മെൻ്റൽ എബിലിറ്റി ഉണ്ടാവണം. അതായത് ഇത് ഇവൺ ഇഫ് ഇറ്റ് ഈസ് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് തന്നെയാലും വി ഷുഡ് പ്രിപ്പയർ ഫോർ ദാറ്റ് ഇൻ ദി ഫേസിങ് ദ ചാലഞ്ചസ് അല്ലെ. ഒരു ചലഞ്ചായിട്ടാണ് നമ്മളതിനെ എടുക്കണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇവൺ ഇഫ് ഇറ്റ് ഈസ് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ളൊരു മെൻ്റൽ എബിലിറ്റി നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. സെക്കൻഡ് എന്താണ് ഓൾട്ട്നെസ് ആൻഡ് ഫോർസൈറ്റ്, അതായത് ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കുക, ഒരു ലോങ് സൈറ്റ്, അതായത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും എന്തായാലും നമ്മൾ ലോസിന് വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ ആവുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർസൈറ്റ് ഉണ്ടായിരിക്കും, ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരിക്കുക ഇതിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരിക്കും, ഇതിന് എന്തൊക്കെ വേണം,
എങ്ങനെയായിരിക്കും ഇത്, എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. then സെൽഫ് കോൺഫിഡൻസ് അല്ലേ, ഒരു കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മളെ കാണുമ്പോൾ അയ്യോ ഇതിപ്പോൾ പൊട്ടും, ഇതിപ്പം ഫെയിലിയർ ആയി പോകുന്ന രീതിക്ക് ആവാനും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് ഇത് എത്തിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. നോളേജ് അബൌട്ട് ബിസിനസ്, എന്ത് ബിസിനസ്സാണോ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് ഒരു നോളേജ്, ഒരു ഷുവർ നോളേജ് ഉണ്ടായിരിക്കണം. എന്താണ് നമ്മൾ ഇത് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം, എന്ത് നമുക്ക് എല്ലാവരും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ധാരണയും ഒരു ഫോക്കസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെന്താണ് അതർ പേഴ്സണൽ ക്വാളിറ്റീസ് ലൈക്ക് എന്താണ് ഹോണസ്റ്റി, സിൻസിയാരിറ്റി, ഡെഡിക്കേഷൻ, പിന്നെ ലേസ്നെസ്, ഹാർഡ് വർക്കിംഗ്, അങ്ങനെയുള്ള കുറേ അതർ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുഡ് സക്സസ്ഫുൾ സെൽഫ് എംപ്ലോയർ ആവാം, എംപ്ലോയ്മെൻറ്റിലേക്ക് എത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിനി വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കൺസ്യൂമേഴ്സിന്, ആ പ്രോബ്ലംസിൽ അതേപോലെ തന്നെ എന്തൊക്കെ ലീഗൽ പ്രൊട്ടക്ഷൻ ഓരോ മേഖലകളിലും കൺസ്യൂമേഴ്സിനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കരിയർ ഒരു ബിസിനസ്സിൽ നമുക്ക് രണ്ട് രീതിയിലാണ്, വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ നോക്കി ഏതൊക്കെ ഏരിയയിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാം. ദെൻ നല്ലൊരു സെൽഫ് എംപ്ലോയർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് അസൈൻ ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.